ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വള്ളിപ്പാലയെ കുറിച്ചാണ്. അപ്പോൾ അനേകം വീഡിയോസ് നിങ്ങൾ വള്ളിപ്പാലയെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വള്ളിപ്പാലയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലയുടെ ഇല പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ ഇല വള്ളിപ്പാല. അപ്പോൾ വള്ളിപ്പാല ഒരു 3-4 സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ക് കട്ടിയുള്ള സൈസ് ഉണ്ട്, മിനുസമില്ലാത്ത സൈസ് ഉണ്ട്. അപ്പോൾ വള്ളിപ്പാലയുടെ ഗുണങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ആസ്മ സംബന്ധമായിട്ടുള്ള അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വള്ളിപ്പാലയുടെ ഇലയും അതായത് കാട്ടുജീരകം, വള്ളിപ്പാലയുടെ ഇലയും കാട്ടുജീരകവും വെറ്റിലയും കൂടി ഇട്ടിട്ട് തൈലം കാച്ചിട്ട് നമുക്ക് ശിരസിൽ വെച്ച് കുളിക്കണമെന്നുണ്ടെങ്കിൽ ആസ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറിക്കിട്ടും. അതിൽ വേണമെങ്കിൽ ആടലോടകത്തിൻ്റെ ഇലയും വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ വള്ളിപ്പാലയുടെ ഇല നല്ലവണ്ണം ഗോമൂത്രത്തിൽ മുക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കാം. ഉണക്കി കഴിഞ്ഞതിന് ശേഷം പൗഡർ ആക്കിയതിന് ശേഷം കാട്ടുജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഒരു 1/2 ടീസ്പൂണ് രാവിലെയും 1/2 ടീസ്പൂൺ രാത്രി കിടക്കാൻ നേരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആസ്മ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, രക്തദൂഷ്യങ്ങൾ, അലർജികളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന ചെടിയാണ് വള്ളിപ്പാല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെട്ടിക്കളയാതിരിക്കുക. മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ എല്ലാവരിലേക്കും ഈ അറിവ് എത്താൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക. നന്ദി, നമസ്കാരം. വീണ്ടും ഇതുപോലെ പുതുമയാർന്ന ഒരു വീഡിയോ വരും വരെ.